ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ടാക്യോമെട്രിക് സർവേ എന്ന് പറഞ്ഞൊരു പുതിയ ടോപ്പിക്കാണ്. സോഫാർ നമ്മൾ തിയോഡലൈറ്റാണ് പഠിച്ചത് അല്ലേ. തിയോഡലൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരുന്നു. ആംഗുലാർ മെഷർമെൻറ്റ്സസ്, എങ്ങനെയാണ് ഏരിയ കാൽക്കുലേഷൻസ് നടക്കുന്നത്, അതേപോലെ തന്നെ ഗേൽ-സ്ട്രാവേഴ്സ് ടേബിൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് ഒമിറ്റഡ് മെഷർമെൻറ്റ്സിൻ്റെ കാൽക്കുലേഷൻസ് ആയിരുന്നു അല്ലേ. ഡിഫറെൻറ്റ് കേസസിൽ വരുന്ന ഒമിറ്റഡ് മെഷർമെൻറ്റ്സിൻ്റെ പല കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ടാക്യോമെട്രിക് സർവേയിങ് ആണ്. അപ്പോൾ എന്താണ് ടാക്യോമെട്രിക് സർവേയിങ്? ടാക്യോമെട്രി ഓർ ടാക്കിമെട്രി ഓർ ടെലിമെട്രി എന്നൊക്കെ നമ്മളിതിനെ പറയാറുണ്ട്. is a branch of angular survey in which the horizontal and vertical distance of points are obtained by optical means as opposed to the ordinary slower process of measurement by tape or chain. അതായത് ഒപ്റ്റിക്കൽ മെഷർമെൻറ്റ്സിലൂടെ നമുക്ക് വെർട്ടിക്കൽ ആസ് വെൽ ആസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്നത്. നമ്മൾ ഓർഡിനറി ആയിട്ട് യൂസ് ചെയ്യുന്ന ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്ലോവർ പ്രോസസ്സാണ് വെൻ വി ആർ കമ്പയറിങ് ടു ദ ടാക്യോമെട്രിക് സർവേ. അപ്പോൾ ഒരു ഇൻസ്ട്രുമെൻസിൻ്റെ മെഷർമെൻറ്റ്സിലൂടെ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ദാറ്റ് മേ ബി ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സർവേനെയാണ് നമ്മൾ ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മെത്തേഡ് ഇസ് വെരി റാപ്പിഡ് ആൻഡ് കൺവീനിയൻ്റ് ആണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് സർവേ ചെയ്ത് തീർക്കാനും പറ്റും. അതേപോലെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബെസ്റ്റ് അഡാപ്റ്റഡ് ഇൻ ഒബ്സ്ട്രക്കിൾസ് സച്ച് ആസ് സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട്സ്, deep ravine stretches of water or swamp and so on, which makes chaining difficulty or impossible. ഏറ്റവും നല്ല അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടാക്യോമെട്രിക് സർവേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒബ്സ്റ്റക്കിളുള്ള സ്ഥലങ്ങളിലാണ്. അത് നോർമലി നമുക്ക് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമുക്ക് ടാക്യോമെട്രിക് സർവേസ് നമ്മൾ കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്, സ്റ്റീപ്പറായിട്ടുള്ള പ്ലേസസ് ആണ്, അല്ലെങ്കിൽ ബ്രോക്കൺ ഗ്രൗണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള കേസസിലൊക്കെ ചെയിനിങ് അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്നത്. The primary objective of tachymetry is the preparation of contour maps or plan requiring both horizontal as well as vertical control. അപ്പം നമുക്ക് അറിയാം ടാക്യോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്താണ് അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് ടാക്യോമെട്രി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്യോമെട്രിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ് ടു പ്രിപ്പയർ കോണ്ടൂർ മാപ്സ് ഓർ പ്ലാൻ ആണ്. എന്താണ് കോണ്ടൂർ മാപ്പ്? കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത് നമുക്ക് സർവേ 1 നമ്മൾ പരിചയപ്പെട്ട ഒരു ടേമാണ് കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത്. കോണ്ടൂർ മാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലേസിൻ്റെ അല്ലെങ്കിൽ ഒരു ലാൻഡിൻ്റെ സ്ലോപ്പ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു മാപ്പാണ് കോണ്ടൂർ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ കോണ്ടൂർ ഇൻ്റർവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹൈറ്റ് ഡിഫറൻസ്, അത് ലാൻഡിൻ്റെ ലെവൽ ഡിഫറൻസിനെയാണത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടൂർ മാപ്പുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടാക്യോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സർവേ നമ്മൾ കണ്ടക്ട് ചെയ്തു അല്ലേ, അവിടെ നമ്മൾ മെഷർമെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് ചെയിൻ ഓർ ടേപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. വിത്ത് ഹൈ ആക്യുറസി റിക്വയർഡ് ആയിട്ടുള്ള ഒരു സർവേ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ മെഷേർഡ് ഡിസ്റ്റൻസ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് ദിസ് മെത്തേഡ്. ഒരു കാര്യം പറയാനുള്ളത്, ടാക്യോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യണ സമയത്ത് അതൊരു വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് മച്ച് ആൻ ആക്യുറേറ്റ് മെത്തേഡ്, ബട്ട് നമുക്ക് ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ടാക്യോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യാം. ടാക്യോമെട്രി എന്നുള്ളൊരു ടേം തന്നെ
ഇറ്റ് ഈസ് ഫ്രം എ ഗ്രീക്ക്. ഓക്കെ, ഒരു ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ക്യുക്ക് മെഷർ എന്നുള്ളതാണ്. അപ്പോൾ സോ ദാറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടാക്യോമെട്രി എന്ന് പറയുന്നത് ഒരു ക്യുക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് ഫ്രം വിച്ച് വി ക്യാൻ മെഷർ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആസ് വെൽ ആസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഡയറക്റ്റ് മെഷർമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് അതിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. അതായത് ഒരു പോയിന്റിലുള്ള എലിവേഷൻസും കാര്യങ്ങളും കാൽക്കുലേഷൻസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിന്റ് എന്നുള്ളത് കാര്യമാണ് നമ്മൾ ടാക്യോമെട്രിക് മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ആർ ദ യൂസസ് ഓഫ് ടാക്യോമെട്രി. The tachyometric method of surveying are used with advantage over the direct method of measurements of horizontal distance and difference in elevations. Some of the uses are: number 1, preparation of topographic maps which requires both elevation and horizontal distance. അതായത് ആദ്യത്തെ അപ്ലിക്കേഷൻ വരുന്നത് ടോപ്പോഗ്രാഫിക് മാപ്പിൻ്റെ പ്രിപ്പറേഷൻ ആണ് അല്ലേ. അതിൽ നമുക്ക് എന്തൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ളത്? എലിവേഷനും നമുക്ക് റിക്വയർഡ് ആണ്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും റിക്വയർഡ് ആണ്. അങ്ങനെയുള്ള പ്ലേസസിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാക്യോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്പർ 2, സർവേ വർക്ക് ഇൻ ഡിഫിക്കൾട്ട് ടെറൈൻ where the direct methods are inconvenient. അതായത് ഡിഫിക്കൾട്ട് ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെറൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്, നമ്മൾ എടുക്കുന്ന ലാൻഡ് എന്ന് പറയുന്നത് വളരെ അൺഡുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോർമലി മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ടാക്യോമെട്രിക് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽ ഫില്ലിംഗ്, അതായത് എത്രത്തോളം ഫില്ലിങ്ങിൻ്റെ റേറ്റ് വേണം എന്നുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, റെക്കഗ്നൈസൻസ് സർവേ ഫോർ ഹൈവേ, റെയിൽവേ എക്സെട്ര. റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രിലിമിനറി ആയിട്ടൊരു ചെയ്യുന്ന സർവേ ആണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. ഇപ്പം സർവേ ഫോർ ഹൈവേസ് അതുപോലെ റെയിൽവേസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെക്കഗ്നൈസൻസ് സർവേ തന്നെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എത്രത്തോളം അണ്ടുലേഷൻസ് വരും എന്നുള്ള കാര്യങ്ങൾ. മറിച്ച് അവിടെ നമുക്ക് ചെയിനിങ് അല്ലെങ്കിൽ ടേപ്പ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് റെക്കഗ്നൈസൻസ് സർവേക്ക് ഒട്ടും പറ്റാത്തൊരു കണ്ടീഷനാണ്. സോ ദെയർ വി ക്യാൻ യൂസ് അവർ ടാക്യോമെട്രിക് മെത്തേഡ്. സോ ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സർവേ, റെക്കഗ്നൈസൻസ് സർവേ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ചെക്കിംഗ് ഓഫ് ഓൾറെഡി മെഷേർഡ് ഡിസ്റ്റൻസ്. അതായത് ഓൾറെഡി എടുത്ത ഡിസ്റ്റൻസുകളുടെ ചെക്കിങ് നമുക്ക് ടാക്യോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് ഇസ് ഹൈഡ്രോഗ്രാഫിക് സർവേ. ഹൈഡ്രോഗ്രാഫിക് സർവേക്ക് നമുക്ക് ടാക്യോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇസ് എസ്റ്റാബ്ലിഷിങ് സെക്കൻഡറി കൺട്രോൾസ്. കൺട്രോൾ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു അല്ലേ, കൺട്രോൾ പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടെ സെക്കൻഡറി കൺട്രോൾ പോയിൻറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മുടെ ടാക്യോമീറ്റർ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്രയാണ് യൂസസ് ഓഫ് ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ്. An ordinary transit theodolite fitted with an stadia diaphragm is generally used for tachyometric survey. അതായത് ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ടാക്യോമെട്രിക് സർവേക്ക് നമ്മൾ യൂസ് ചെയ്യുക എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി ട്രാൻസിറ്റ് തിയോഡലൈറ്റ്. നമ്മളിപ്പം ഏതൊക്കെയാണ് തിയോഡലൈറ്റ് എന്ന് പഠിച്ചു അല്ലേ? ട്രാൻസിറ്റ് ഉണ്ട്, നോൺ ട്രാൻസിറ്റ് ഉണ്ട്. അതിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റുകൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ടാക്യോമെട്രിക് സർവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഈ സ്റ്റേഡിയ ഡയഫ്രം. അതായത് ആ തിയോഡലൈറ്റിൽ ഒരു സ്റ്റേഡിയ ഡയഫ്രം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് എന്തിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുക? ടാക്യോമെട്രിക് സർവേക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഇനി എന്താണ് സ്റ്റേഡിയ ഡയഫ്രം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ അല്ലേ? ദ സ്റ്റേഡിയ ഡയഫ്രം എസെൻഷ്യലി കൺസിസ്റ്റ് ഓഫ് വൺ സ്റ്റേഡിയ ഹെയർ above and the other an equal distance below the horizontal crosshair. The stadia hair being mounted in the ring and on the same vertical plane as the horizontal and vertical crosshair. അതായത് ഒരു സ്റ്റേഡിയ ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റേഡിയ ഹെയർസ് ഉണ്ടാവും. അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയറിൻ്റെ എബോ ആൻഡ് ബിലോ ആയിരിക്കും, അറ്റ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും അത് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതിനാണ് നമ്മൾ സ്റ്റേഡിയ ഹെയർസ് എന്ന് പറയുന്നത്. ദാറ്റ് വിൽ ബി ഓൺ ദ സെയിം പ്ലെയിൻ ഓഫ് ദ വെർട്ടിക്കൽ ക്രോസ് ഹെയർസിൻ്റെയും ഹൊറിസോണ്ടൽ ക്രോസ് ഹെയറിൻ്റെയും സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ഡയഫ്രത്തിൽ തന്നെയായിരിക്കും ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ സ്റ്റേഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടാക്യോമീറ്ററിൽ നമ്മൾ അത് അവിടുത്തെ വാല്യൂസ് എടുക്കുകയും ഫ്രം ദാറ്റ് വിൽ ബി ഫൈൻഡിങ് വാട്ട് ഈസ് അവർ ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. പലതരത്തിലുള്ള സ്റ്റേഡിയ ഡയഫ്രംസ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുണ്ട്.
അതിൽ ചിലത് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ മുകളിലും താഴെയായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്റ്റേഡിയ ഹെയർ എന്ന് പറയുന്നത്. മറ്റേത് നമ്മുടെ ക്രോസ് ഹെയർ ആണ് അല്ലേ. അങ്ങനെയല്ല നമ്മൾ പറയാം, ഡംപി ലെവലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തിയോഡലൈറ്റിൽ നമ്മൾ പറഞ്ഞിരുന്നു അതെന്ന് പറയുന്നത് നമ്മുടെ ക്രോസ് ഹെയർസ് ആണ്. ഈ ടോപ്പിലും ബോട്ടത്തിലും ഉണ്ട്, ലൈൻ ഉണ്ട്, ഒരു സ്റ്റേഡിയ ഹെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളത് നമ്മൾ സ്റ്റേഡിയ ഡയഫ്രം എന്നാണ് പറയുന്നത്. The telescope used in the Stadia survey are of 3 kinds. 3 തരത്തിലുള്ള ടെലസ്കോപ്സ് ആണ് നമ്മൾ സ്റ്റേഡിയ സർവേക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്യോമെട്രിക് സർവേക്ക് യൂസ് ചെയ്യുന്നത്. നമ്പർ 1 എന്ന് പറയുന്നത് സിമ്പിൾ എക്സ്റ്റേണൽ ഫോക്കസിങ് ടെലസ്കോപ്പാണ്. നമ്പർ 2 ദ എക്സ്റ്റേണൽ ഫോക്കസിങ് അനലിറ്റിക്കൽ ടെലസ്കോപ്പാണ്. നമ്പർ 3 ദ ഇൻറ്റേർണൽ ഫോക്കസിങ് ടെലസ്കോപ്പ്. A tachyometer must essentially incorporate the following features. അതായത് ടാക്യോമീറ്ററുടെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്പർ 1, the multiplying constant should have a nominal value of 100 and the error contained in this value should not exceed 1 in 1000. എന്താണ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നമ്പർ 2, the axial horizontal line should be exactly midway between other 2 lines. അതായത് നമ്മുടെ ആക്സിയൽ ഹൊറിസോണ്ടൽ ലൈൻ, അതായത് നമ്മൾ നോക്കുന്ന ആ ലൈൻ എന്ന് പറയുന്നത് ഷുഡ് ബി പാസ് എക്സാക്ട്ലി ഓൺ ദ സെൻറ്റർ ത്രൂ ദ ക്രോസ് ഹെയർസ് അല്ലേ. ക്രോസ് ഹെയർസ് അല്ലെങ്കിൽ 2 സ്റ്റേഡിയ ഹെയർസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള പോയിന്റിലൂടെ വേണം നമ്മുടെ ഹൊറിസോണ്ടൽ ലൈന് പാസ് ചെയ്യാൻ. Okay, then number 3, the telescope should be truly analytical. അതായത് ഒരു അഡീഷണൽ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് is provided in between eyepiece and the object glass at a ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്റ്റ് ഗ്ലാസ്. അതായത് ഒബ്ജക്റ്റ് ഗ്ലാസ്സിൽ നിന്നും ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ ഇൻ ബിറ്റ്വീൻ ഐ പീസ് നമ്മൾ എന്താണ് ഒരു അഡീഷണൽ ആയിട്ടൊരു കോൺവെക്സ് ലെൻസ് ഈ നമ്മുടെ ടെലസ്കോപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോൺവെക്സ് ലെൻസിനെയാണ് നമ്മൾ പറയുന്നത് അനലിറ്റിക്കൽ ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലെൻസാണ് നമ്മുടെ ടാക്യോമെട്രിക് സർവേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കൂ. ദ ടെലസ്കോപ്പ് ഷുഡ് ബി പവർഫുൾ ഹാവിങ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് 20 to 30 ഡയമീറ്റേഴ്സ്. അതായത് ടെലസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ, അതായത് ഒരു ഷാർപ്പ് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാനുള്ള കഴിവെന്ന് പറയണത് വളരെയധികം കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. സിമിലർലി the aperture of objective should be 35 to 45 mm in diameter to have a sufficient bright image. അതായത് ഇമേജിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് അപ്പർച്ചർ ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി 35 to 45 mm ഇൻ ഡയാമീറ്ററിലായിരിക്കണം എന്നാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫോർ സ്മോൾ ഡിസ്റ്റൻസ് that is up to 100 meters, ordinary leveling staffs may be used. For the greater distance, a stadia rod may be used. അതായത് ലെസ് ദാൻ 100 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ വരെ നമുക്ക് ലെവൽ ചെയ്യാനായിട്ട് നമുക്ക് ഓർഡിനറി ലെവലിംഗ് സ്റ്റാഫ്സ് യൂസ് ചെയ്യാം. എന്നാൽ അതിനേക്കാളും കൂടുതലാണ് വരുന്നതെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേഡിയ റോഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി എ സ്റ്റേഡിയ റോഡ് യൂഷ്വലി ഓഫ് 1 piece having 3 to 5 meter length. ഇപ്പോൾ ഒരു സ്റ്റേഡിയ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ പീസുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്, 3 to 5 മീറ്റർ ലെങ്ത്തിൽ വരുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു സ്റ്റേഡിയ റോഡിൽ ഉണ്ടാവുന്ന ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് is in 5 mm. അതായത് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് is 0.005 മീറ്റർ ആണ്. For smallest distance and while for the longer distance the road may be graduated in 1 centimeter. അതായത് ലാർജർ ഡിസ്റ്റൻസ് നമുക്ക് അതെന്ത് ചെയ്യാം, ഗ്രാജുവേഷൻസ് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 1 centimeter ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് സ്റ്റേഡിയ റോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 5 mm ആണ് അതിൽ വരുന്ന മിനിമം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഗ്രാജുവേഷൻസ്, ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഫിഗറിൽ നമുക്ക് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ മെഷറിംഗ് സ്റ്റാഫിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ പോയിന്റിലെ ലെവൽസ് മെഷർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റേഡിയ റോഡ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ചെറിയ വർക്കിനാണെങ്കിൽ ലെവലിംഗ് സ്റ്റാഫ്സ് യൂസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ
നമുക്ക് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ടാക്യോമെട്രിക് മെഷർമെൻറ്റ്സ് ആണ് സ്റ്റഡി ചെയ്യാനുള്ളത്. വേരിയസ് സിസ്റ്റംസ് ഓഫ് ടാക്യോമെട്രിക് സർവേസ് മേ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ വരുന്നത് സ്റ്റേഡിയ സിസ്റ്റമാണ്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 മെത്തേഡാണ്. ഫിക്സഡ് ഹെയർ മെത്തേഡ് ഓർ സ്റ്റേഡിയ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡും അതേപോലെ തന്നെ മൂവബിൾ ഹെയർ മെത്തേഡ് ഓർ സബ്ടെൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ 2 മെത്തേഡാണ് നമ്മുടെ സ്റ്റേഡിയ സിസ്റ്റത്തിൻ്റെ അടിയിൽ വരുന്നത്. ദ നെക്സ്റ്റ് ഇസ് ടാൻജൻഷ്യൽ സിസ്റ്റം മെത്തേഡ്. നെക്സ്റ്റ് വൺ ഇസ് ദ മെഷർമെൻറ്റ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടാക്യോമെട്രിക് മെഷർമെൻറ്റ്സിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് എല്ലാം നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതേപോലെ തന്നെ ടാക്യോമെട്രിയുടെ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ആ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഓൾ.